റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 38-ാം ഭാഗം. ഒരുപക്ഷേ നിങ്ങൾ ഈ ഡയറി വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കില്ല. ഒരുപാട് കാലമായി നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യമല്ലേ എൻ്റെ ലക്ഷ്യം എന്താണെന്നും ഞാൻ എന്തിനാണ് വിശ്രമമില്ലാതെ ഇങ്ങനെ ഓടി നടന്ന് ജോലികൾ ചെയ്യുന്നതെന്നുമുള്ളത്. എല്ലാത്തിനുമുള്ള മറുപടികൾ ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ആരെയും കബളിപ്പിക്കണമെന്ന ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. പറഞ്ഞ കള്ളങ്ങൾ അത്രയും എൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു. അതുമൂലം നിങ്ങളിൽ ആരുടെയെങ്കിലും മനസ്സിനെ ഞാൻ നോവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സ്വന്തം അനുജൻ്റെ അരികിലെത്താൻ വേണ്ടി ഒരു സഹോദരി നടത്തിയ പരിശ്രമമായി മാത്രം കണ്ട് എന്നോട് ക്ഷമിക്കണം. വിധിയുണ്ടെങ്കിൽ നമുക്കൊക്കെ വീണ്ടും കാണാം. പാട്ടി, വെട്രി, രേഷ്മ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റാം. സ്നേഹപൂർവ്വം നിങ്ങളുടെയൊക്കെ ആനന്ദി. പേര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലിറ്റിൽ ഇറ്റലിയിൽ നിന്നും ആനന്ദി ഇറങ്ങിയതിന് പിന്നാലെ റാമും വെട്രിയും രേഷ്മയും ബുള്ളറ്റിൽ അവളെ പിന്തുടർന്നു. മഴ തോർന്നിരുന്നില്ല. പാട്ടിയുടെ കോൾ വന്നപ്പോൾ മഴത്തുള്ളികൾ മൊബൈൽ സ്ക്രീനിലേക്ക് വീഴാതെ കൈവെള്ളയ്ക്ക് കീഴെ പിടിച്ചുകൊണ്ട് വെട്രി കോളെടുത്തു. നിങ്ങൾ അവളെ തടയണം വെട്രി. പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവളിനി പുറലോകം കാണില്ല, പാട്ടി വെപ്രാളത്തോടെ പറഞ്ഞു. ഞങ്ങൾ ആനന്ദിയുടെ പിന്നാലെ തന്നെയുണ്ട് പാട്ടി. പക്ഷേ അവൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ആ SI ഗിണ്ടിയിലെ പഴയ ഗോഡൗണിലേക്കാണ് വിളിപ്പിച്ചത്. മോനെ, ആനന്ദി കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ തടയണം. പാട്ടി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഗിണ്ടിയിലേക്കുള്ള പാതി ദൂരത്തിൽ കൂടുതൽ അവർ താണ്ടിയിരുന്നു. ദൂരെ പോകുന്ന ആനന്ദിയെ അവർക്ക് മഴയിലും കാണാമായിരുന്നു. ഒന്ന് ആക്സിലേറ്റർ കൂട്ടിയാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്കൊപ്പം എത്താൻ കഴിയുന്നത്ര ദൂരം റാം പാലിച്ചു. പക്ഷേ മെയിൻ റോഡിൽ നിന്നും ഗിണ്ടി ഭാഗത്തേക്ക് തിരിയുന്ന വേലച്ചേരി റോഡിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ആനന്ദിയെ അവർക്ക് നഷ്ടമായി. ചുവന്ന ലൈറ്റ് പ്രകാശിച്ചതും ആനന്ദിയുടെ വണ്ടി സിഗ്നൽ താണ്ടിയതും ഒരുമിച്ചായിരുന്നു. സിഗ്നലിലെ വാഹനക്കൂട്ടങ്ങൾക്ക് നടുവിൽ റാം ഫസ്റ്റ് ഗിയറിട്ട് ആക്സിലേറ്റർ തുടരെ തുടരെ കൈകൊടുത്ത് സിഗ്നലിലെ 120 സെക്കൻഡുകൾ പൂജ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി കാത്തുനിന്നു. ആനന്ദി മഴയിലൂടെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം ആരോഗ്യമുള്ള ഒരുവനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കീഴ്പ്പെടുത്തുവാനുള്ള കളരിവിധികൾ അറിയുന്നതിനാൽ SI ഫാറൂഖ് അവൾക്കൊരു പ്രശ്നമായി തോന്നിയില്ല. മാത്രവുമല്ല, അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിലുപരി ഇനിയൊരു പെണ്ണിനെയും കാക്കയുടെ ബലത്തിൽ അയാൾ മുതലെടുക്കാതിരിക്കുവാൻ വേണ്ടി അയാളുടെ മർമ്മങ്ങളിൽ ആഞ്ഞടിച്ച് ശരീരം തളർത്തിക്കളയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും അവൾക്ക് യാതൊരുവിധ കുറ്റബോധവും തോന്നിയില്ല. മഴ പെയ്യുന്നതിനാൽ ആകാശം മൂടിക്കെട്ടിയിരുന്നെങ്കിലും അവൾ ആകാശത്തേക്കൊന്ന് നോക്കി. അപ്പാ, അമ്മ. ഓരോ തീരുമാനമെടുക്കും മുൻപ് സാധാരണ ചെയ്യും പോലെ അവൾ നീട്ടി വിളിച്ച ശേഷം ഗിണ്ടിയിലെ ഗോഡൗണിലേക്ക് വേഗത്തിൽ വണ്ടിയോടിച്ചു. കാറ്റിലും മഴയിലും സാരി മുറികളിലേക്ക് മഴവെള്ളം കയറി. അവിടെ കൂട്ടിയിരുന്ന ഓടച്ചെളി പരന്നൊഴുകി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങാനാവാതെ പാലത്തിനു കീഴെ കൂട്ടം കൂടിയിരിക്കുകയായിരുന്നു തിരുനങ്കൈകൾ. SI ഫാറൂഖും കതിർവേലും അവരെ ഒന്ന് നോക്കി കടന്നുപോയി. മഴയിൽ അകന്നുപോയ ജീപ്പിലെ ചുവന്ന വെളിച്ചം ഗോഡൗണിൻ്റെ മുന്നിൽ അവസാനിച്ചപ്പോൾ ഇന്നും അവർക്കേതോ ഇരയുണ്ടെന്ന് തിരുനങ്കൈകൾ ഊഹിച്ചു. അത് കണ്ടതും തിലോത്തമ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റു. ശേഷം മഴയിൽ കുതിർന്നു കിടന്ന ചെളിക്കൂനയുടെ അരികിലേക്ക് നടന്നുപോയി. ചെളിക്കൂനയുടെ അരികിലെത്തിയ തിലോത്തമ ഒരു പിടി ചെളിവാരി സ്വന്തം മുഖത്തും ശരീരത്തിലും വസ്ത്രത്തിലും വാശിയോടെ തേച്ചു. തിരിച്ചറിയാനാവാത്ത വിധം തിലോത്തമ കറുത്തിരുണ്ടിരുന്നു. നമുക്ക് മല്ലിയുടെ ശേഷക്രിയ ചെയ്യണ്ടേ? തിലോത്തമയുടെ ചോദ്യം കേട്ടപ്പോൾ തിരുനങ്കികൾ അവൾ പറഞ്ഞതിൻ്റെ പൊരുളറിഞ്ഞ് ചെളിക്കൂനയുടെ അടിയിലേക്ക് നടന്നു. അവർ തങ്ങളുടെ മുഖത്തേക്ക് ശരീരത്തിലേക്കുമെല്ലാം വാശിയോടെ ചേറ് വാരിത്തേച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം പാട്ടി തൻ്റെ പത്മിനി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അവർ വീണ്ടും ഒരിക്കൽ കൂടി ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ ആ കാർ അതിനായി ആഗ്രഹിച്ചിരുന്നതുപോലെ അത് ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റ് ഓണാക്കി വൈപ്പർ ഇട്ടുകൊണ്ട് അവർ ഇടതുവശത്തെ സീറ്റിലേക്ക് നോക്കി. ആദ്യമായിട്ടാണ് ഭർത്താവില്ലാതെ അവർ കാർ ഓടിക്കാൻ പോകുന്നത്. തൻ്റെ ശബ്ദം കാറ്റിൽ പറത്തിയതുപോലെ അവർ ഫസ്റ്റ് ഗിയറിട്ട് കാർ ഗേറ്റിന് വെളിയിലേക്ക് ഓടിച്ചിറക്കി. പാതി തുറന്നു കിടക്കുന്ന ഗിണ്ടിയിലെ ഗോഡൗണിൻ്റെ ഗേറ്റ് താണ്ടി സ്കൂട്ടർ അകത്തേക്ക് ഓടിച്ചു കയറ്റുമ്പോൾ പുല്ലുപിടിച്ച നീളൻ വഴിയുടെ അറ്റത്ത് ഒരു ജീപ്പ് കിടക്കുന്നത് ആനന്ദി ശ്രദ്ധിച്ചു. ആ ജീപ്പിനുള്ളിൽ നേരിയ പ്രകാശവും ഉണ്ടായിരുന്നു. നല്ലവണ്ണം പുല്ല് പടർന്നു നിന്ന ആ വഴിയുടെ ഇരുവശത്തും ഇരുൾമൂടിയ രീതിയിൽ നീളൻ ഗോഡൗൺ കെട്ടിടം നിലകൊണ്ടു. ഗോഡൗണിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് നടന്ന ആനന്ദി സ്കൂട്ടർ ജീപ്പിനരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ജീപ്പ് കിടന്നിരുന്നതിന് എതിർവശത്തെ വരാന്തയിൽ സിഗരറ്റും പുകച്ചുകൊണ്ട് നിൽക്കുന്ന ഫാറൂഖിനെ അവൾ വ്യക്തമായി കണ്ടു. വണ്ടി ഓഫ് ചെയ്യാതെ അവൾ അങ്ങനെ തന്നെ മഴയിൽ നിന്നു. അയാൾ ലൈറ്റ് ഓഫ് ചെയ്യാനായി അവളെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സത്യത്തിൽ ആനന്ദി അപ്പോൾ അയാളുടെ ഏകദേശ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മുഖത്തേക്കടിക്കുന്ന പ്രകാശം കൈകൊണ്ട് മറച്ചു പിടിച്ച ഫാറൂഖിനെ അവൾ ഒരിക്കൽ കൂടി നോക്കി. ശേഷം വണ്ടി ഓഫ് ചെയ്തു. ജീപ്പിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന നേരിയ പ്രകാശം മാത്രം അവിടെയാകെ അവശേഷിച്ചു. ആനന്ദി വണ്ടിയിൽ നിന്നും ഇറങ്ങി ഫാറൂഖിനടിയിലേക്ക് നടക്കുമ്പോൾ ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് കതിർവേൽ ഇരിക്കുന്നത് കണ്ടു. സത്യത്തിൽ ഫാറൂഖ് തനിച്ചായിരിക്കും അവിടേക്ക് വരികയെന്ന് കരുതിയിരുന്ന അവൾക്ക് അതൊരു ഞെട്ടലായിരുന്നു. എങ്കിലും ശങ്കിച്ചു നിൽക്കാതെ അവൾ ജീപ്പിൻ്റെ എതിർവശത്തെ വരാന്തയിലേക്ക് നടന്നു ചെന്നു. അവളെ കണ്ടതും ഫാറൂഖ് തൻ്റെ കാക്കി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം എടുത്ത് ജീപ്പിൽ നിന്നും വരുന്ന പ്രകാശത്തിലേക്ക് തിരിച്ചു പിടിച്ചു. ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണത്. നീ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ലോക്കൽ ഫിഗർ അല്ലല്ലോ. യു ആർ റിയലി ഔട്ട്സ്റ്റാൻഡിങ് സെക്സി ഫിഗർ. ഫാറൂഖ് അവളുടെ നനഞ്ഞൊട്ടിയ മാറിടത്തിലേക്ക് നോക്കി ഉമിനീരിറക്കി. സാരി ഉടുത്ത് വരാനല്ലേ ഞാൻ പറഞ്ഞത് ബേബി. ആ സാരമില്ല, പോട്ടെ. നാളെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ സാരിയിൽ വന്നോളണം, കേട്ടല്ലോ.
അയാളൊരു കള്ളച്ചിരിയോട് പറഞ്ഞ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി തിരികെ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. അത് കണ്ടിട്ട് മുഖത്തെ പുഞ്ചിരിയിൽ മാറ്റമില്ലാതെ ആനന്ദി അവിടെ തന്നെ നിന്നു. ആദ്യം നിന്റെ പെർഫോമൻസ് നോക്കട്ടെ, എന്നിട്ടാവാൻ തെളിവ് നശിപ്പിക്കൽ. സർട്ടിഫിക്കറ്റിനായി അവൾ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് കയറി പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കതിർവേൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്നുകൊണ്ട് ആനന്ദിയെ അടിമുടി നോക്കി. എന്നും രണ്ടാം മൂഴക്കാരനായിരുന്നുവെങ്കിലും അന്ന് നല്ലൊരു ഇരയെക്കിട്ട് സന്തോഷമായിരുന്നു അയാളുടെ മുഖത്ത്. ഗിണ്ടിയിലേക്കെത്തിയ റാമും കൂട്ടരും ഗോഡൌണിനരികിലുള്ള കുപ്പത്തൊട്ടിയുടെ സമീപം ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് ഗേറ്റിനരികിലേക്ക് ഓടി. അവിടെ മറഞ്ഞു നിന്ന് അവർ 3 പേരും അകത്തേക്ക് നോക്കി. ഉള്ളിലൊരു ജീപ്പ് കിടക്കുന്നത് മാത്രം മഴയിൽ അവർ കണ്ടു. ശങ്കിച്ചു നിൽക്കാതെ റാം ആദ്യം അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ വെട്രിയും അതിനു പിന്നിൽ രേഷ്മയും അകത്തേക്ക് കടന്നുപോയി. എന്താണ് നിന്റെ പ്ലാൻ? വെട്രി റാമിനൊപ്പം കയറി നടന്നുകൊണ്ട് ചോദിച്ചു. ആദ്യം ആനന്ദിയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതുവരെ നമ്മൾ മറിഞ്ഞിരിക്കണം. അഥവാ അവരുടെ പ്ലാൻ പാളിയാൽ കയറി ഇടപെടാം. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മൾ അതിനെ നേരിടും. റാം ഇടതുവശത്തെ കെട്ടിടത്തിൻ്റെ വരാന്തയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പുല്ലുകൾ കാലുകൊണ്ട് വകഞ്ഞു മാറ്റി അവരെയും കൂട്ടി വേഗത്തിൽ നടന്നു നീങ്ങി. എസ് ഐ ഫാറൂഖ് കാക്കി ഷർട്ട് അഴിച്ചു മാറ്റി തൻ്റെ ഉറച്ച ശരീരം ആനന്ദിയെ കാണിച്ച് കൊതിപ്പിക്കും പോലെ അവളെ നോക്കി. അവളപ്പോൾ കതിർവേലിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചത്. അഥവാ ഫാറൂഖിൻ്റെ മർമ്മം നോക്കി അടിച്ചാലും കതിർവേൽ അയാൾക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തും ചെയ്തേക്കും. ഒന്നെങ്കിൽ വയർലെസ് സെറ്റ് വഴി നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ മറ്റുള്ള പോലീസുകാരെ വിവരമറിയിക്കുകയോ ജീപ്പ് ലോക്ക് ചെയ്ത് ഓടിച്ചു പോവുകയോ അല്ലെങ്കിൽ ജീപ്പിനുള്ളിൽ തോക്കുണ്ടെങ്കിൽ അത് തനിക്കുമേൽ പ്രയോഗിക്കുകയോ ചെയ്യുമെന്ന് അവൾ ഊഹിച്ചു. ആ സമയത്ത് ഫാറൂഖ് തൻ്റെ ബെൽറ്റ് അഴിച്ചതിന് ശേഷം പാൻസിൻ്റെ ബട്ടൺ എടുത്തിട്ട് സിബ് താഴേക്കൂരി. ആനന്ദി അയാളുടെ തലയുടെ പിൻവശത്തേക്ക് ചാടിയടിക്കുവാൻ തനിക്ക് എത്ര ചുവടുകൾ കൂടി മുന്നോട്ട് വയ്ക്കേണ്ടി വരുമെന്ന് കണക്കുകൂട്ടി. റാമും വെട്രിയും രേഷ്മയും അപ്പോഴേക്കും ജീപ്പിൻ്റെ പിന്നിലേക്ക് എത്തിയിരുന്നു. അർദ്ധനഗ്നനായി നിൽക്കുന്ന ഫാറൂഖിനെ ജീപ്പിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവരും കണ്ടു. ആനന്ദി എന്തിനുള്ള പുറപ്പാടാണെന്ന് അവർക്കപ്പോഴും പിടികിട്ടിയില്ല. ഫാറൂഖ് പാൻസ് താഴേക്ക് വലിച്ചൂരിയ അതേ നിമിഷത്തിലാണ് അയാളുടെ മൂക്കിലേക്ക് ഒരു ദുർഗന്ധം ഒഴുകിയെത്തിയത്. അതോടൊപ്പം നേരിയ കാൽപെരുമാറ്റങ്ങളും അയാൾ കേട്ടു. ഉദ്ധരിച്ചു തുടങ്ങിയ ലിംഗത്തെ കാക്കി ഷർട്ട് കൊണ്ട് പൊതിഞ്ഞ് അയാൾ പാൻസിൻ്റെ ബട്ടൺ ഇട്ടു. ഫാറൂഖിനെ ആക്രമിക്കാൻ തുടങ്ങിയ ആനന്ദിക്കും അതുപോലെ തന്നെ ജീപ്പിന് പിന്നിൽ മറിഞ്ഞിരുന്ന റാമിനും കൂട്ടർക്കും അതേ ദുർഗന്ധം ഒരേ സമയത്ത് അനുഭവപ്പെട്ടു. റാമും കൂട്ടരും പിന്നിലേക്ക് തിരിഞ്ഞതും ഗോഡൌണിൻ്റെ നീളം പുൽവഴിയിലൂടെ കുറേ നിഴലുകൾ അവിടേക്ക് ഓടി വരുന്നത് കണ്ടു. അത് കണ്ടതും ജീപ്പിന് പിന്നിൽ കുനിഞ്ഞു നിന്നിരുന്ന അവർ 3 പേരും അന്താളിച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവർ തിരുനങ്കികളാണെന്ന് റാമിന് മനസ്സിലായി. ആ നിഴലുകൾ ഫാറൂഖും ആനന്ദി നിന്നിരുന്ന വരാന്തയിലേക്ക് ഓടിയെടുത്തു. കരിപുരണ്ട രൂപങ്ങൾ തനിക്കരികിലേക്ക് ഓടി വരുന്നത് കണ്ടതും ഒരു നിമിഷം ഫാറൂഖും പരിഭ്രമിച്ചു. ജീപ്പിനുള്ളിൽ നിന്നും കതിർവേൽ ചാടിയിറങ്ങി. അപ്പോഴേക്കും 5ഓളം നിഴലുകൾ ഫാറൂഖിനെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആനന്ദിക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. അവിടേക്ക് ഓടിയെത്തിയ കതിർവേലിൻ്റെ മേലെയും ആ കരിപുരണ്ട നിഴലുകൾ ചാടി വീണു. ആ നിമിഷത്തിൽ റാം ഓടിച്ചെന്ന് ആനന്ദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീപ്പിൻ്റെ പിന്നിലേക്ക് ഓടി മാറി. അപ്രതീക്ഷിതമായി ഗോഡൌണിൽ റാമിനെയും വെട്രിയെയും രേഷ്മയെയും ഒരുമിച്ച് കണ്ടതും ആനന്ദിയും അത്ഭുതപ്പെട്ടു. അവർ 3 പേരും ആനന്ദിയെ ചേർത്ത് പിടിച്ചു. അവർക്ക് ആർക്കും തങ്ങൾക്ക് ചുറ്റും അപ്പോൾ നടക്കുന്നതെന്താണെന്ന് വ്യക്തമായില്ല. കോരിച്ചൊരിയുന്ന മഴയിൽ ആ പഴയ പത്മിനി കാർ ഇടറോഡുകളിലൂടെ ഗിണ്ടി ലക്ഷ്യമാക്കി പായുകയായിരുന്നു. കാറിൻ്റെ വൈപ്പർ തുടരെ തുടരെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നും വെള്ളം ഒപ്പിക്കളഞ്ഞുകൊണ്ട് പാട്ടിക്ക് വഴികാട്ടി. ആദ്യം ചെറിയ ഉൾഭയം തോന്നിയെങ്കിലും കുറച്ചു ദൂരം താണ്ടിക്കഴിഞ്ഞപ്പോൾ പാട്ടിക്കുള്ളിൽ വീണ്ടും ആ പഴയ ഡ്രൈവിംഗ് വിദഗ്ധ സടകുടഞ്ഞെഴുന്നേറ്റിരുന്നു. അവർ വീണ്ടും ആക്സിലേറ്ററിൽ കാലമർത്തി. പത്മ കമോൺ, അവർ കാറിലിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മഴയ്ക്കൊപ്പം നല്ല ഇടികൂടി വെട്ടി. കലിപൂണ്ട തിരുനങ്കൈകൾ 12 പേരും ചേർന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫാറൂഖിനെയും കതിർവേലിനെയും ആക്രമിച്ച് അവശരാക്കി താഴെയിട്ടിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ഫാറൂഖിനെയും കതിർവേലിനെയും നിലത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. തിലോത്തമ കയ്യിൽ കരുതിയിരുന്ന 2 പാറക്കല്ലിൻ്റെ കഷ്ണങ്ങൾ നിലത്ത് നിന്ന് പെറുക്കിയെടുത്തു. കൂട്ടുകാരികൾ ബലമായി പിടിച്ചു വച്ചിരിക്കുന്ന ഫാറൂഖിൻ്റെ മുന്നിൽ തിലോത്തമ മുട്ടുകുത്തി നിന്നു. അയാളുടെ പാൻസിൻ്റെ ബട്ടൺ അഴിച്ചിട്ട് അടിവസ്ത്രവും ചേർത്ത് താഴേക്കൂരി. ഫാറൂഖ് അവരുടെ പിടിയിൽ നിന്ന് കുതിറി മാറുവാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു. പക്ഷേ എത്ര ഉറച്ച ശരീരമുണ്ടായിരുന്നുവെങ്കിലും അത്രയും അർദ്ധനാരികളുടെ ശക്തിയിൽ അയാളുടെ ബലപ്രയോഗം തീർത്ത് നിഷ്പ്രഭമായിരുന്നു. അയാളുടെ ലിംഗത്തിന് ഇരുവശവും കല്ലുകളൊന്ന് ഓങ്ങി നോക്കിയതിനു ശേഷം തിലോത്തമ ഇരുകൈകളും പരമാവധി അകത്തിപ്പിടിച്ച് സർവ്വശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിച്ചു. കോരിച്ചൊരുന്ന മഴയിൽ എസ് ഐ ഫാറൂഖിൻ്റെ അലർച്ച ആ ഗോഡൌണിലാകെ അലയടിച്ചു. ആ കാഴ്ച കണ്ടതും രേഷ്മയും വെട്രിയും ഒരുപോലെ വാകുത്തി. ആനന്ദിയുടെ മുഖഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തൻ്റെ മനസ്സിനേറ്റ വലിയ ഒരു മുറിവ് തിരുനങ്കൈകൾ തുന്നിക്കെട്ടുന്നത് പോലെ റാമിന് തോന്നി. തൊട്ടു പിന്നാലെ കതിർവേലിൻ്റെ അലർച്ചയും അവിടെയാകെ മുഴങ്ങിക്കേട്ടു. വെട്രി, നീ ഇവരെയും കൊണ്ട് പാർട്ടിയുടെ അടുത്തേക്ക് പോ. ഞാൻ ആനന്ദിയുടെ വണ്ടിയുമായി വന്നേക്കാം, റാം അവരെ നോക്കി പറഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അയാളുടെ പോക്കറ്റിലുണ്ട്, ആനന്ദി റാമിനോട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. അവൻ പുറത്തേക്ക് കൈ കാട്ടിക്കൊണ്ട് പറഞ്ഞു. വെട്രി ആനന്ദിയെയും രേഷ്മയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് ഓടി. റാം വേഗത്തിൽ തിരുനങ്കൈകളുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവരിൽ ചിലർ രോഷം തീരാത്തതുപോലെ ഫാറൂഖിൻ്റെയും കതിർവേലിൻ്റെയും ഇരു കൈകളും കാലുകളും തിരിക്കുകയും ചവിട്ടിയൊടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തിരുനങ്കൈകൾ റാമിനെ കണ്ടെങ്കിലും സ്നേഹമൊഴുകുന്ന ഒരു നോട്ടമെറിഞ്ഞ് അവരൊരുമിച്ച് മഴയിലേക്ക് ഇറങ്ങി ഓടിയകന്നു. ഗേറ്റ് കടന്ന് ഓടിയെത്തിയ വെട്രിയും ആനന്ദിയും രേഷ്മയും അപ്രതീക്ഷിതമായി പാട്ടിയുടെ പത്മിനിക്കാർ കണ്ടതും സടം ബ്രേക്കിട്ടതുപോലെ നിന്നു. പിള്ളേരെ വേഗം കയറ്, പാട്ടി ഏന്തി വെളിഞ്ഞ്
ഇടതുവശത്തെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കയറിക്കോ, ഞാൻ റാമുമായി വന്നേക്കാം. വെട്രി അവർക്ക് രണ്ടുപേർക്കും പത്മിനിയുടെ പിൻഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു. അവർ പോയതിനു ശേഷം വെട്രി റോഡിൽ നിന്നുകൊണ്ട് ഗോഡൌണിനുള്ളിലേക്ക് ഏന്തി വലിഞ്ഞ് റാമിനെ നോക്കി. ഇതേസമയം ഫാറൂഖിന്റെ പോക്കറ്റിൽ നിന്നും ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി റാം തപ്പിയെടുത്തു. ഒരു മുൻകരുതൽ പോലെ അവൻ ഒരു കൈകൊണ്ട് മുഖവും പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞരക്കത്തോടെ നിലത്ത് കിടന്ന് പൊളിയുന്ന ഫാറൂഖിനെയും കതിർവേലിനെയും റാം ഒരിക്കൽ കൂടി നോക്കി. ശേഷം ജീപ്പിനരികിൽ ഇരിക്കുന്ന ആനന്ദിയുടെ സ്കൂട്ടർ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് ലക്ഷ്യമാക്കി ഓടിച്ചു. റാമും വെട്രിയും പാർട്ടിയുടെ വീടെത്തുമ്പോൾ സമയം രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. കാർഷെഡിലായി പത്മിനി പഴയതുപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ നടന്ന കാര്യങ്ങളത്രയും ഒരു സ്വപ്നത്തിലെന്നതുപോലെ റാമിന് തോന്നി. പത്മിനിക്കരികിൽ ലൂണയും ബുള്ളറ്റും പാർക്ക് ചെയ്തതിനു ശേഷം റാമും വെട്രിയും അകത്തേക്ക് കയറി ചെന്നു. പാർട്ടിയുടെ കിടപ്പുമുറിയിലെ കസേരയിൽ ആനന്ദി നനഞ്ഞു കുളിച്ചിരിപ്പുണ്ടായിരുന്നു. തൊട്ടരികിൽ നിലത്ത് ഭിത്തിയിൽ ചാരി രേഷ്മയും. മുറിയിലേക്ക് കടന്നു വന്ന റാമിനെയും വെട്രിയെയും കണ്ടതും കട്ടിലിൽ ഇരുന്നിരുന്ന പാട്ടി ചാടി എഴുന്നേറ്റു. എന്തായി മക്കളെ, ആ പോലീസുകാർക്ക് ജീവനുണ്ടോ? പാട്ടി ആകാംക്ഷയോട് ചോദിച്ചു. അതിന് മറുപടി എന്നോണം റാം ഒന്ന് തലകുലുക്കി. കടവുളെ, ആരെങ്കിലും അവരെ കണ്ടെത്തും വരെ അവർക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാവരും കുടുങ്ങും, പാട്ടി ആശങ്കയോടെ പറഞ്ഞു. അതിന് നമ്മളവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവരോട് വൈരാഗ്യമുള്ള ഏതോ കൊട്ടേഷൻ സംഘമല്ലേ അവരെ ഉപദ്രവിച്ചത്, വെട്രി സ്വയം ന്യായീകരിച്ചു. ഗോഡൌണിൽ വന്ന ആ കറുത്ത രൂപങ്ങൾ ആരായിരുന്നുവെന്ന് അവരോടെല്ലാം വെളിപ്പെടുത്തുവാൻ റാമിന് അപ്പോൾ തോന്നിയില്ല. എങ്കിലും സംഭവം നടക്കുമ്പോൾ നീയും ഞാനും ഉൾപ്പെടെ നമ്മളെല്ലാവരും ആ ഗോഡൌൺ പരിസരത്ത് ഉണ്ടായിരുന്നല്ലോ വെട്രി, പാട്ടി വീണ്ടും ആശങ്കപ്പെട്ടു. സത്യത്തിൽ പാട്ടി എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? രേഷ്മ നിലത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. പിന്നെ എൻ്റെ മക്കൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാനിവിടെ വീട്ടിൽ കുത്തിയിരിക്കണോ? അവരുടെ ആ മറുചോദ്യം കേട്ടതും രേഷ്മ വായടഞ്ഞു. പാട്ടി തൽക്കാലം സമാധാനമായിട്ടിരിക്കുക. ഗോഡൌണിൻ്റെ അടുത്തെങ്ങും CCTV ഉണ്ടാകാൻ ഇടയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആനന്ദിയെ അവന്മാർ അങ്ങോട്ടേക്ക് വിളിക്കില്ലായിരുന്നു.